പെരിയ ശ്രീ മക്കാക്കോട്ട് തറവാട്ടിൽ നടന്നുവരുന്ന നവീകരണ പുനഃപ്രതിഷ്ഠാ കലശ മഹോത്സവം മാർച്ച് 25-ന് ബുധനാഴ്ച സമാപിക്കും. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന ആചാര്യ വരവേൽപ്പിലും സാംസ്കാരിക സമ്മേളനത്തിലും നിരവധി പേർ സംബന്ധിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. അത്യുത്തര കേരളത്തിലെ അതിപുരാതനമായ യാദവ തറവാടുകളിലൊന്നാണ് പെരിയയിലെ ശ്രീ മക്കാക്കോട്ട് തറവാട്. പൊട്ടൻ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള തറവാട് ഭവനവും ഒപ്പം ഗുളികൻ സ്ഥാനവും ദൈവഹിതപ്രകാരം പുനരുദ്ധാരണം നടത്തിയാണ് ഇവിടെ പുനഃപ്രതിഷ്ഠ കലശ മഹോത്സവം കൊണ്ടാടുന്നത്. മാർച്ച് 21 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിലാണ് മഹോത്സവം. ഇതിന്റെ ഭാഗമായാണ് മൂന്നാം ദിനമായ തിങ്കളാഴ്ച വൈകിട്ട് ആചാര്യ വരവേൽപ്പ് നടന്നത്. പെരിയ മൂന്നാം കടവ് റോഡരികിലെ കമാന പരിസരത്തു നിന്നും പൂർണ്ണ കുംഭത്തോടെയാണ് മഹോത്സവത്തിന്റെ മുഖ്യ കർമ്മി കൂടിയായ ബ്രഹ്മശ്രീ അരവത്ത് KU പത്മനാഭ തന്ത്രികളെ തറവാട്ടിലേക്ക് സ്വീകരിച്ചാനയിച്ചത്. ഉപചാരപൂർവമുള്ള ആചാര്യ വരവേൽപ്പിന് ശേഷം സാംസ്കാരിക സമ്മേളനവും നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഭദ്രദീപം തെളിയിച്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ ഒരുപാട് പ്രശസ്തമായ തറവാടുകളുണ്ട്. തറവാടുകൾക്കൊക്കെ ഒരു ചരിത്രമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്, പൈതൃകമുണ്ട്. ഇവിടെ ഓരോ ജാതിക്കും അവരുടെ ആരാധനാമൂർത്തികളുണ്ട്. നമുക്ക് ശ്രീകൃഷ്ണനുമായി ബന്ധമുള്ള ഒരു കുലമാണ് യാദവ കുലം. വാണിയ സമുദായത്തിൽ മുച്ചിലോട്ട് ഭഗവതിയുണ്ട്. തീയ സമുദായത്തിന് വയനാട്ട് കുലവനുണ്ട്. അതുപോലെ തന്നെ പറശ്ശിനിക്കടവ് മുത്തപ്പനുണ്ട്. ഉറഞ്ഞാടുന്ന തെയ്യങ്ങൾ ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു നാട്ടിൽ, ഒരു തറവാടിൽ എന്തെങ്കിലുമൊക്കെ അനിഷ്ട സംഭവം ഉണ്ടാകുമ്പോൾ ആ അനിഷ്ട സംഭവങ്ങളെ തുടർന്നിട്ടാണ് നമ്മൾ ദൈവപ്രശ്നം വയ്ക്കുന്നത്. മനുഷ്യന് പ്രശ്നം വരുമ്പോൾ നമ്മൾ ജ്യോത്സ്യന്മാരെ പോയി കാണും. ജ്യോതിശാസ്ത്രം അതൊരു ശാസ്ത്രമാണ്. ചടങ്ങിൽ തറവാട് പ്രസിഡന്റ് മണികണ്ഠൻ മിന്നംകുളം അധ്യക്ഷനായി. CH കുഞ്ഞമ്പു MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഈ ആധുനിക കാലത്ത് ജാതി നിലനിൽക്കുന്നുണ്ടെങ്കിലും ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഇപ്പോൾ ഇല്ല എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതങ്ങ് സ്വമേധയങ്ങ് മാറിയതല്ല. അതിൻ്റെ പിന്നിൽ നവോത്ഥാന നായകന്മാരുടെ ഇടപെടലുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടപെടലുണ്ട്, ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ക്യാമ്പയിനുകളുമുണ്ട്. നമ്മുടെ സാംസ്കാരിക സമ്മേളനങ്ങളിൽ സാംസ്കാരിക പ്രവർത്തകന്മാരുടെ ഇടപെടലുണ്ട്. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് സമൂഹം ഇന്ന് കാണുന്ന നിലയിലേക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു അന്തരീക്ഷം നമുക്ക് വന്നത്. 2023 ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് നേടിയ വിജയൻ മീങ്ങുന്നോനെ പരിപാടിയിൽ ആദരിച്ചു. കൂടാതെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച തറവാട്ടംഗങ്ങളെയും ഒപ്പം കുടുംബാംഗങ്ങളെയും ഉപഹാരം നൽകി അനുമോദിക്കുകയും ചെയ്തു. കേരള പൂരക്കളി അക്കാദമി ചെയർമാൻ K കുഞ്ഞിരാമൻ, പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ബാബുരാജ്, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു പത്മനാഭൻ, യാദവ സഭ സംസ്ഥാന സെക്രട്ടറി ബാബു കുന്നത്ത്, യാദവ മഹാസഭ അഖിലേന്ത്യാ സെക്രട്ടറി അഡ്വക്കേറ്റ് M രമേശ് യാദവ്, യാദവ സഭ സംസ്ഥാന കമ്മിറ്റി അംഗം P ചന്ദ്രൻ പെരിയ, അഖില കേരള യാദവ സഭ പുല്ലൂർ പെരിയ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K കൃഷ്ണൻ മൊട്ടമ്മൽ, തറവാട് UAE കമ്മിറ്റി പ്രസിഡന്റ് വിജയൻ കണ്ണോത്ത്, തറവാട് മാതൃസമിതി പ്രസിഡന്റ് ശൈലജ തണ്ണോട്ട് എന്നിവർ സംസാരിച്ചു. തറവാട് സെക്രട്ടറി രവീന്ദ്രൻ മേപ്പാട്ട് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി M ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പെരിയ.